സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുരാധ എഴുതിയ സ്വയം, അദ്ധ്യായം 35. ഓഫീസിലെത്തിയ ഉടനെ ഉമ പണിക്കർ സാറിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഉമയെ കണ്ടപ്പോൾ സാറിൻ്റെ മുഖത്ത് ആശ്വാസം. ഉമ ഇന്നലെ തന്നെ മടങ്ങി വരുമെന്നല്ലേ സുജാതയോട് പറഞ്ഞത്? എന്നിട്ടെന്താ വരാത്തത്? അദ്ദേഹം ചോദിച്ചു. എൻ്റെ ഒരു ബന്ധു വീട്ടിൽ കൂടി പോകേണ്ടിയിരുന്നു. തുളസിയുടെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും രാത്രിയായി. അതുകൊണ്ട് ഉമ പറഞ്ഞു. സുജാത രാത്രിയിൽ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആരും എടുക്കുന്നില്ല. ഉമ്മ ഒറ്റയ്ക്കാണല്ലോ യാത്രയ്ക്ക് പോയത് എന്നോർത്ത് അവളാകെ വറീഡായി. ഞാനിപ്പോൾ തന്നെ സുജാതയെ വിളിച്ച് സംസാരിക്കാം സാർ. ദാറ്റ്സ് ഓക്കെ. പിന്നെ ഫയലുകളൊക്കെ അക്കൗണ്ട്സ് ഓഫീസിൻ്റെ അടുത്തുണ്ട്. ഉമ്മയും കൂടി ഒന്ന് സഹായിച്ചോളൂ. ഈ ആഴ്ച തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ പ്രൂഫ് ശരിയാവണം. ശരി സാർ. ഉമ്മ ഫയലുകളുമായി ക്യാബിനിലേക്ക് നടന്നു. സുജാതയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം ജോലിയിൽ ഏർപ്പെട്ടു. സമയം കടന്നുപോയത് അറിഞ്ഞില്ല. പുറത്ത് തീ പോലുള്ള വെയിൽ. വാച്ചിൽ നോക്കി. സമയം 12 ആകാൻ പോകുന്നു. പ്രൂഫ് ഫൈനലാകും മുമ്പ് ഏതാനും സംശയങ്ങൾ കൂടി പണിക്കർ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സാറിൻ്റെ മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ പ്യൂൺ പുറത്ത് സ്റ്റൂളിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. അകത്ത് അനക്കമൊന്നും കേൾക്കാനില്ല. മൃദുവായി വാതിലിൽ മുട്ടി. ശബ്ദം കേട്ട് പ്യൂൺ ചാടി എഴുന്നേറ്റു. സാർ അകത്തില്ല ഉമ സാറേ. എവിടെ പോയി? എങ്ങോട്ട് പോയോ എന്തോ ധൃതിയിൽ പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടു. പണിക്കർ സാറിൻ്റെ ഡ്രൈവർ കേശവൻ റിസപ്ഷനിൽ വിഷണ്ണനായി നിൽക്കുന്നത് കണ്ടു. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ഇടയ്ക്ക് കയറി വിവരം പറഞ്ഞ കേശവനാണ്. കാറിൽ കയറി സാറ് പെട്ടെന്നങ്ങ് ഓടിച്ചു പോണത് കണ്ടു. ഞാനൊന്ന് ക്യാൻറ്റീനിൽ പോയതാണ്. അയാളുടെ വാക്കുകളിൽ നേരിയ കുറ്റബോധം. വീട്ടിൽ നിന്ന് സുജാത കുഞ്ഞിൻ്റെ ഫോൺ വന്നു എന്നറിയാം. സാറ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നതും കണ്ടു. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഉമ്മയുടെ മനസ്സ് വല്ലാതെ വിഹ്വലമായി. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് സുജാതയെ വിളിച്ച് സംസാരിച്ചതേയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുള്ളതായി സുജാത പറഞ്ഞുമില്ല. ഡ്രൈവർ വരാൻ പോലും കാത്തു നിൽക്കാതെ പണിക്കർ സാർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ അടിയന്തരമായ എന്തെങ്കിലും കാര്യമുണ്ടാവും. ഭദ്രമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം? ഒരു തവണ സ്ട്രോക്ക് ഉണ്ടായതാണ്. നമുക്ക് സാറിൻ്റെ വീട് വരെ ഒന്ന് പോകാം കേശവ. ജീപ്പ് ഇറക്കിക്കോളൂ, ഉമ്മ പറഞ്ഞു. പണിക്കർ സാർ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള ജീപ്പ് ഷെഡിൽ കിടന്നിരുന്നു. ജീപ്പിലിരിക്കുമ്പോൾ പണിക്കർ സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു ഉമ്മയുടെ ചിന്ത. സുജാതയുടെ ഭർത്താവിൻ്റെ മരണം സൃഷ്ടിച്ച അഗാധ ദുഃഖത്തിൽ നിന്ന് ആ കുടുംബം കരകയറുന്നതേയുള്ളൂ. നല്ലവനായ ആ മനുഷ്യരെ കൂടുതൽ ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാക്കണേ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ജീപ്പ് ഭദ്രാലയത്തിൻ്റെ കാർ പോർച്ചിൽ നിന്നപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ കാലുകൾ നീട്ടിവെച്ച് ഉമ്മ വേഗം നടന്നു. പുറത്താരെയും കണ്ടില്ല. എല്ലാവരും ഭദ്രമ്മയുടെ മുറിയിലായിരിക്കുമോ? കാലുകളുടെ വേഗത കൂടി. കോണിപ്പടികൾ ഓടിക്കയറി ഭദ്രമ്മയുടെ മുറിയിലെത്തി. ശരവേഗത്തിലാണ് മുറിക്കകത്ത് കയറി ചെന്നതെങ്കിലും പെട്ടെന്ന് അത്ഭുതസ്തംഭനായി നിന്നുപോയി ഉമ്മ. ഭദ്രമ്മയുടെ കട്ടിലിൽ തികച്ചും അപരിചിതനായ ഒരാൾ. അല്ല, അപരിചിതനല്ല. ഫോട്ടോയിലൂടെ തനിക്കും ആ മുഖം പരിചിതമാണ്. കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഭദ്രമ്മ കാത്തിരുന്ന അവരുടെ ഏക മകൻ മധുസൂദനൻ. തികച്ചും അപ്രതീക്ഷിതമായ ഒരു രംഗം. ഭദ്രമ്മയുടെ മുഖത്ത് അസ്വസ്ഥതയുടെ യാതൊരു ലക്ഷണവുമില്ല. മുഖം വളരെ പ്രസന്നമാണ്. അവരുടെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ മുഖത്തും ആഹ്ലാദാതിരേകത്തിൻ്റെ പുതുവെളിച്ചം. എല്ലാവരുടെയും കണ്ണുകൾ തന്നിലാണ്. ഓടിക്കയറിയുള്ള തൻ്റെ വരവ് അവരെ വിസ്മയാധീനരാക്കിയിട്ടുണ്ട്. അനുവാദം പോലും ചോദിക്കാതെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്നതിന് ക്ഷമ ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ ജാള്യത കാരണം സംസാരശേഷി പോലും നഷ്ടമായിരിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഇടർച്ചയോടെയെങ്കിലും പറഞ്ഞു. സോറി സർ. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ഭദ്രമ്മയുടെ സ്വരം. നിൽക്ക് കുട്ടി. പണിക്കർ സാർ അരികിലേക്ക് വന്ന് ചോദിച്ചു. എന്താ ഉമ്മ വല്ലാതെ? സാരി തലപ്പുകൊണ്ട് വിയർപ്പൊപ്പുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു. സാർ അത്യാവശ്യമായി ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പരിഭ്രമിച്ചു അല്ലേ? പണിക്കർ സാർ പൊട്ടിച്ചിരിച്ചു. ഇത്ര സന്തോഷവാനായി അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. മധു വന്നുവെന്ന് സുജാത വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെയൊന്നും ആലോചിച്ചില്ല. ഓടിയെത്തി ഇവിടേക്ക്. ഇയാളെ ഒന്ന് കാണാനായിരുന്നു തിടുക്കം. കൊതി തീരാത്തതുപോലെ മധുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിടർന്ന ചിരിയോടെ പണിക്കർ സാർ തുടർന്നു. കൊല്ലം 4 ഇവനെ ഒന്ന് കണ്ടിട്ട്. മധു സാറിൻ്റെ മുഖത്തും പുഞ്ചിരി. തൻ്റെ മുഖത്ത് പാറി വീഴുന്ന ആ കണ്ണുകളിൽ ഒട്ടും അപരിചിതത്വമില്ല. മധുവിനെ നോക്കി ഭദ്രമ്മ ചോദിച്ചു. നിനക്കാളെ മനസ്സിലായോ? ഞാൻ എഴുതിയിരുന്നില്ലേ ആ ഉമ്മ? ഓ, ഗ്ലാഡ് ടു മീറ്റ് യു, മധുസൂദനൻ ഉപചാരപൂർവ്വം പറഞ്ഞു. ഉമ്മ ഇവിടുത്തെ ഒരാളെപ്പോലെയാണ്. ഉമ്മയും വന്ദനയും ഉണ്ടെങ്കിലേ ഇവിടെ ഒച്ച അനക്കവും ഉണ്ടാവൂ.
ഭദ്രമ്മയുടെ വാത്സല്യം കിനിയുന്ന സ്വരം. ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം തേടുകയായിരുന്നു മനസ്സപ്പോൾ. സുജാത എവിടെ? മധുവിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടു. ഞാൻ സുജാതയെ കണ്ടിട്ട് വരാം. ഉമ്മ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഭദ്രമ്മ പറഞ്ഞു. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അടുക്കളയിൽ നിന്ന് ആസ്വാദികരമായ ഗന്ധം. പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു സുജാത. സുജാത അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്നത് കാണുന്നതും ആദ്യമായാണ്. പാചകക്കാരി മറിയച്ചേടത്തി പറഞ്ഞു. ഇന്ന് മധുക്കുഞ്ഞ് വന്നതുകൊണ്ട് സ്പെഷ്യൽ ഊണാണ്. ഞാൻ എന്തെങ്കിലും പാകം ചെയ്തു കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞ് ആ കുഞ്ഞ് കഴിക്കൂ. സുജാത കുഞ്ഞിൻ്റെ കൈകൊണ്ട് തൊട്ടതാണെന്നറിഞ്ഞാൽ മതി. പിന്നെ കമാന്നൊരക്ഷരം പറയാതെ സുഖമായിട്ട് കഴിച്ചു പോവുകയും ചെയ്യും. പണ്ടേ അങ്ങനെയാ. മധുവിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാനും ഇന്ന് അടുക്കളയിൽ കയറിയത്. ഉത്സാഹത്തോടെ സുജാത പറഞ്ഞു. ഉമ എങ്ങനെ അറിഞ്ഞു മധു വന്ന കാര്യം? അച്ഛൻ വിളിച്ച് പറഞ്ഞോ? ഇല്ല. പിന്നെ പണിക്കർ സാർ ആരോടും പറയാതെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ ഞാനാകെ ഭയന്നു. ഉവ്വോ, സുജാത ചിരിച്ചു. ഞാൻ വിളിച്ച് വിവരം പറയാതിരുന്നത് ഉമ്മ ഇവിടെ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. ശ്വേതയും അറിഞ്ഞിട്ടില്ല. സ്കൂൾ വിട്ടെത്തുമ്പോൾ അവൾ ഇന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മധുവിന് പെട്ടെന്നാണ് ഇങ്ങോട്ട് മടങ്ങിപ്പോരാനുള്ള ഉൾവിളി ഉണ്ടായതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും അമ്മയുടെ എഴുത്ത് കിട്ടിയപ്പോൾ. വരുന്ന വിവരത്തിന് കത്തയക്കാൻ പോലും നിൽക്കാതെ നേരെ ആളിങ്ങ് പോന്നു. സുജാതയുടെ മുഖം സന്തോഷം കൊണ്ട് കൂടുതൽ തുടുത്തു. സുജാത എന്തോ ആവശ്യത്തിന് സ്റ്റോർ റൂമിലേക്ക് പോയപ്പോൾ മറിയച്ചേടത്തി പറയുന്നത് കേട്ടു. പിള്ള സാറ് മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് സുജാത കുഞ്ഞ് അടുക്കളയിൽ കയറുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കണ്ടോ? വെറുതെ അല്ല, ഇരട്ടപ്പറ്റ പോലെയല്ലേ രണ്ടുപേരെയും. അതൊരു പുതിയ അറിവായിരുന്നു ഉമ്മയ്ക്ക്. ചെറുപ്പകാലത്ത് രണ്ടുപേരുടെയും ഒരു കളിയും തമാശയും. മധുക്കുഞ്ഞ് വിദേശത്ത് പോയപ്പോൾ സുജാത കുഞ്ഞിന് ഒരു ഭാഗം പോയ പോലെയുള്ള വിഷമമല്ലായിരുന്നോ? പാവം. മറിയച്ചെടുത്തി കണ്ണു തുടച്ചു. മേശപ്പുറത്ത് ഊണിനുള്ളതൊക്കെ പകർന്നു വെച്ച് കഴിഞ്ഞപ്പോൾ സുജാത പറഞ്ഞു. ഞാൻ പോയി അച്ഛനെയും മധുവിനെയും വിളിച്ചുകൊണ്ട് വരാം. അമ്മയ്ക്കുള്ളത് ഞാൻ മറിയച്ചേടത്തിയുടെ കയ്യിൽ കൊടുത്തു വയ്ക്കാം. ഉമ്മയും അവരുടെ കൂടെ ഇരുന്നോളൂ. ഉമ്മയ്ക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ? ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഒഴിവുകഴിവുകളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. എൻ്റെ സ്പെഷ്യൽ ഡിഷുകളൊക്കെ സ്വാദ് നോക്കാതെ ഉമ്മയെ വിട്ടയക്കുന്ന പ്രശ്നമില്ല, സുജാത തറപ്പിച്ച് പറഞ്ഞു. ശരിക്കും ധർമ്മസങ്കടത്തിലായി ഉമ്മ. പണിക്കർ സാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരി മാത്രമായ തനിക്ക് ഈ വീട്ടിൽ അനുവദിച്ചു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മധുസൂദനൻ സാറിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന ഭയം ഒരു വശത്ത്. സുജാതയുടെ വാക്കുകൾ നിരസിക്കാനുള്ള പ്രയാസം മറുവശത്ത്. ഭദ്രമ്മയുടെ മുറിയിലേക്ക് പോയിരുന്ന സുജാത മടങ്ങി വന്നപ്പോൾ അറിയിച്ചു. മധുവും അമ്മയുടെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന്. അച്ഛൻ ഇപ്പോഴെത്തും ഊണ് കഴിക്കാൻ. അത് കേട്ടപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ആശ്വാസം തോന്നി ഉമ്മയ്ക്ക്. സുജാത വിഭവങ്ങളൊക്കെ പകർന്ന് ഒരു ട്രെയിലാക്കി മറിയച്ചേടത്തിയുടെ കയ്യിൽ മുകളിലേക്ക് കൊടുത്തയക്കുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പണിക്കർ സാർ ഊണുമുറിയിലേക്ക് വന്നു. സുജാതയുടെയും സാറിൻ്റെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വിഭവങ്ങളൊക്കെ വളരെ സ്വാദിഷ്ടങ്ങളായിരുന്നു. സുജാതയ്ക്ക് ഇത്ര ഭംഗിയായി പാചകം ചെയ്യാൻ അറിയുമെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ്. സുജാതയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാതിരിക്കാനായില്ല. ഓഫീസിലേക്ക് മടങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ പണിക്കർ സാർ പറഞ്ഞു. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല കുട്ടി. പണിക്കർ സാറിൻ്റെ വാക്കുകൾ മനസ്സിലൽപ്പം നൈരാശ്യം ജനിപ്പിക്കാതിരുന്നില്ല. അക്കൗണ്ട്സ് ഫയലുകളെ നിരവധി കാര്യങ്ങൾ പണിക്കർ സാറിനോട് ചോദിച്ച് സംശയം തീർക്കേണ്ടതുണ്ട്. പക്ഷേ അത് പറഞ്ഞ് സാറിനെ അലോസരപ്പെടുത്താനും മനസ്സനുവദിച്ചില്ല. മകനെ കണ്ട് അദ്ദേഹത്തിന് കൊതി തീർന്നിട്ടുണ്ടാവില്ല. പാവം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പതിവിന് വിപരീതമായി ഉമ്മ സ്വന്തം ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി. ക്വാർട്ടേഴ്സിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി ഉച്ചയായാൽ മടങ്ങും. പിന്നെ ജാനു അമ്മായി തനിച്ചാകും. ക്വാർട്ടേഴ്സിലെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജാനു അമ്മായിക്ക് സ്വർഗം കിട്ടിയതുപോലെയായി. കുട്ടി സമാധാനമായിട്ട് ഓഫീസിൽ പോയിക്കോളൂ. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഒരു വിഷമവും ഇല്ല. അവർ സന്തോഷത്തോടെയാണ് രാവിലെ തന്നെയും വന്ദനയും യാത്രയാക്കിയത്. 1-2 തവണ ജാനു അമ്മായിയോട് കുശലം ചോദിക്കാമെന്ന് കരുതി ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും അങ്ങേ തലയ്ക്കൽ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതല്ലാതെ ആരും അടുത്തില്ല. ശ്വേതയോടൊപ്പം വന്ദനയും സ്കൂളിൽ നിന്ന് നേരെ പണിക്കർ സാറിൻ്റെ വീട്ടിലേക്ക് പോകും. പണിക്കർ സാറിനൊപ്പം ഓഫീസ് കഴിഞ്ഞ് ഉമയും അങ്ങോട്ട് ചെല്ലും. പിന്നീട് അത്താഴവും കഴിഞ്ഞാണ് രണ്ടുപേരും ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങാറുള്ളത്. ഇനി മുതൽ ആ പതിവിന് മാറ്റം വരുത്തണമെന്ന് ഉമ ഓർത്തു. മധുസാർ വന്നെത്തിയ സ്ഥിതിക്ക് ഇനി അധിക സമയം അവിടെ തങ്ങേണ്ട കാര്യമില്ല. ക്വാർട്ടേഴ്സിൽ സന്ധ്യയ്ക്ക് ജാനു അമ്മായി ഒറ്റയ്ക്കാവാതിരിക്കുകയും ചെയ്യും. ഉമ്മ ക്വാർട്ടേഴ്സിലെത്തുമ്പോൾ ജാനു അമ്മായി ഉമ്മറത്ത് കാത്തിരിക്കുകയാണ്. വന്ദനമോൾ എവിടെ? അവർ ചോദിച്ചു. അവൾ പണിക്കർ സാറിൻ്റെ വീട്ടിലേക്ക് പോയി. ജാനു അമ്മായി ഒറ്റയ്ക്കിരുന്ന് മുഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി തരാം.
ഹേയ്, ഒരു മുഷിപ്പും ഇല്ല. എന്ത് നല്ല സ്ഥലാ. ഞാൻ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് നല്ലോണം ഉറങ്ങി. ചായ ഞാനുണ്ടാക്കി വെക്കുമായിരുന്നു. പക്ഷെ ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ അറിയില്ലല്ലോ എനിക്ക്. അതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ശീലാവും. ആ, പിന്നെ ഒരു കാര്യം, 2-3 തവണ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ധൈര്യക്കുറവ്. വല്ല മണ്ടത്തരോ എഴുന്നള്ളിച്ചാലോ എന്നൊരു ഭയം. ചിരിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ജാനു അമ്മായി സംതൃപ്ത ഭാവത്തിൽ തലയാട്ടി. അടുക്കളയിലേക്ക് നടക്കുവാൻ തുടങ്ങുമ്പോൾ ഫോണിൻ്റെ ബെല്ലടിച്ചു. വന്ദനയുടെ സ്വരം. ഞാനാ അമ്മേ, എന്താ ഇങ്ങോട്ട് വരാത്തത്? ഇവിടെ ജാനു അമ്മ ഒറ്റയ്ക്കല്ലേ മോളെ, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് വരാമേ, ഞങ്ങളിവിടെ വീഡിയോ ഗെയിം കളിക്കുക. ഹോംവർക്ക് ചെയ്യണ്ടേ നിനക്ക്? നാളെ സ്കൂളില്ലേ? അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് ചെയ്തോളാം. ഇന്നൊരു ദിവസം ക്ഷമിക്കെൻ്റെ അമ്മേ. വന്ദന പൊടുന്നനെ ഫോൺ വെച്ചു. ചായ തയ്യാറാക്കി 2 കപ്പുകളിലേക്ക് പകരുന്നതിനിടയിൽ വീണ്ടും ഫോണിൻ്റെ മണിയടി ശബ്ദം. ഇത്തവണ സുജാതയായിരുന്നു. എന്താ ഉമ്മ ഇന്നിങ്ങോട്ട് വരാതെ നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോയത്? അത് ജാനു അമ്മ ഇവിടെ ഒറ്റയ്ക്ക്. അത് ഞാൻ ഊഹിച്ചു. അമ്മായി എന്തു പറയുന്നു? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, വളരെ ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം, ജാനു അമ്മായെ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ അങ്ങ് തഴഞ്ഞല്ലേ? അയ്യോ ഇല്ല, ഉമ്മയാൻ്റി ഇല്ലാഞ്ഞിട്ട് എന്തോ വല്ലാതെ ഒരു ഒഴിവ് പോലെ തോന്നുന്നു എന്നാ ശ്വേത പറയുന്നത്. പിന്നെ അവൾക്ക് ഉമ്മയോട് മാത്സിൻ്റെ ഡൗട്ട് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു എന്ന്. തൽക്കാലം മധുവിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു ഞാൻ. മധുവിൻ്റെ കൂടെ കളിക്കുക കുട്ടികൾ. സുജാതയുടെ സ്വരത്തിൽ സന്തോഷം തുളുമ്പുന്നു. വന്ദനയെ കുറച്ചു കഴിഞ്ഞ് അവിടെ എത്തിക്കാം കേട്ടോ? അത് മതി, ഉമ്മ സമ്മതിച്ചു. കുട്ടി കാല് കഴുകി വന്നോളൂ, അത്താഴം ഞാൻ ശരിയാക്കാം. ജാനു അമ്മായി ആ ജോലി സ്നേഹപൂർവ്വം ഏറ്റെടുത്തു. മേല് കഴുകി വന്ന് വിളക്ക് കൊളുത്തി അല്പനേരം പ്രാർത്ഥിച്ചു. വന്ദന അടുത്തില്ലാത്തതുകൊണ്ട് വല്ലാത്ത ഏകാന്തത. കുറച്ചു കഴിഞ്ഞപ്പോൾ പണിക്കർ സാറിൻ്റെ കാറിൽ വന്ദന എത്തി. കൂടെ ശ്വേതയും. കാർ ഓടിച്ചിരുന്നത് മധുസാറാണ്. മധുസാർ വണ്ടിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. വന്ദനയോടൊപ്പം ശ്വേതയും ഇറങ്ങി. ശ്വേത ഒരു പാക്കറ്റ് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കുറച്ച് ചോക്ലേറ്റ്. മധുവങ്ങൾ കൊണ്ടുവന്നതാണ്. കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ എന്തോ ഓർമ്മ വന്ന മട്ടിൽ തിരിഞ്ഞിട്ട് ശ്വേത പറഞ്ഞു, നാളെ വരണേ ആൻറ്റി, മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വരാം, ഉമ്മ സമ്മതഭാവത്തിൽ തലയാട്ടി. കാർ നീങ്ങി തുടങ്ങിയപ്പോൾ 2 പേരും ടാറ്റ പറയുന്നത് കണ്ടു. വന്ദനയുടെ കയ്യിൽ വീഡിയോ ഗെയിമിൻ്റെ കളിപ്പാട്ടം. തോളിൽ തൂങ്ങിയിരുന്ന ബാഗ് സോഫയിലേക്ക് എറിഞ്ഞിട്ട് അവൾ കളിപ്പാട്ടവുമായി അടുത്തെത്തി. അമ്മയ്ക്കറിയോ ഇത് കളിക്കാൻ? നല്ല രസമാ. കളിപ്പാട്ടത്തിനെക്കുറിച്ചും അതവൾ സമ്മാനിച്ച മധുവങ്കിളിനെക്കുറിച്ചും അവൾ ഉത്സാഹത്തോടെ സംസാരിച്ചു. ശ്വേത ചേച്ചി ഞാനും മധുവങ്കളും കൂടി ഒരുപാട് പ്ലാനിങ് ഇട്ടിട്ടുണ്ട് മമ്മി. പിക്നിക്കിന് പോവാൻ, ക്ലബിൽ പോവാൻ, പിന്നെ പാർക്കിലും അമ്പലത്തിലും. മതി, ഇനി മേല് കഴുകി വന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്, ഉമ്മ ശാസിച്ചു. ഹോംവർക്കിനെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ വന്ദനയ്ക്ക് പരിഭ്രമം. അയ്യോ, നാളെ അനീറ്റ മിസ്സിൻ്റെ ക്ലാസ് ഉള്ളതാ. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ മിസ്സ് പുറത്തിറക്കി നിർത്തും. അതാ ഞാനും പറഞ്ഞത്, ഉമ്മ ന്യായീകരിച്ചു. വന്ദന കളിപ്പാട്ടം മേശപ്പുറത്ത് ഭദ്രമായി വെച്ച് ഒരു നിമിഷം കൂടി അഭിമാനപൂർവ്വം അതിൻ്റെ അഴക് നോക്കി നിന്ന ശേഷം ധൃതിയിൽ ബാത്റൂമിലേക്ക് ഓടിപ്പോയി. അധ്യായം 36. ഓഫീസിൽ അന്ന് എല്ലാവരും ഒരൊറ്റ വിഷയമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ, മധുസാറിൻ്റെ വരവിനെക്കുറിച്ച്. ഓഫീസിലെ സ്റ്റാഫിന് മുഴുവൻ സന്തോഷം. അവസാനം മധുസാറിങ് എത്തിയല്ലോ, ഇനിയൊരാശ്വാസമായി. എന്ന് മുതൽക്കാണ് മധുസാർ ഓഫീസിൽ വന്നു തുടങ്ങുക എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. തനിക്കറിയില്ലെന്ന് ഉമ്മ മറുപടി നൽകിയപ്പോൾ ഊഹാപോഹങ്ങളായി. ഇന്ന് തന്നെ വന്നേക്കും അല്ലേ? ഒരാൾ പറഞ്ഞു. യാത്രാക്ഷീണമൊക്കെ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് കരുതിയിട്ടുണ്ടാവും എന്ന് മറ്റൊരാൾ. എന്ത് യാത്രാക്ഷീണമുണ്ടാവാൻ? പ്ലെയിനിലല്ലേ യാത്ര, പിന്നെ ചെറുപ്പം. നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വരാമെന്ന് എന്താ ഉറപ്പ്? എസ്റ്റേറ്റ് ഉണ്ട്, തേയില ഫാക്ടറി ഉണ്ട്, പിന്നെ. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, ഇതാ ഹെഡ് ഓഫീസ്. ആത്മാഭിമാനം തുളുമ്പുന്ന സ്വരത്തിൽ മറ്റൊരാൾ പറഞ്ഞു. മധുസാറ് വന്നാൽ സ്വീകരണ യോഗത്തിൽ സമ്മാനിക്കാനാണെന്ന് പറഞ്ഞ് തോട്ടക്കാരൻ പരമു ഓഫീസിന് മുന്നിലെ തോട്ടത്തിൽ നിന്ന് കുറേ പൂക്കളെടുത്തു ബൊക്കെ തയ്യാറാക്കി കൂടി ചെയ്തു. പക്ഷേ സമയം കടന്നു പോയിട്ടും മധുസാറ് വന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് പണിക്കർ സാർ വന്നത്. കൂടെ മധുസാറിനെ കണ്ടില്ല. എന്തോ ആവശ്യത്തിന് പണിക്കർ സാറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ സാറ് പറഞ്ഞു, ആശ്വാസമായി, ഇനിയെല്ലാം അത് നോക്കിക്കോളുമല്ലോ. വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ട് പണിക്കർ സാർ നേരത്തെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇറങ്ങാൻ നേരത്തെ സാറ് പ്രത്യേകം ഓർമ്മിച്ചു. സുജാത പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഉമ്മ ഇന്നങ്ങോട്ട് വരണമെന്ന്. ഉമ്മ ഭദ്രാലയത്തിൽ ചെന്നപ്പോൾ സുജാത പറഞ്ഞു, കുട്ടികൾ മധുവിൻ്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കുക. അച്ഛനും പോയി. അമ്മാവൻ്റെ മകൻ സുജേട്ടൻ മധുവേട്ടൻ്റെ കയ്യിൽ പാഴ്സൽ ഏൽപ്പിച്ചിട്ടുണ്ട്.
അത് കൊടുക്കാൻ പോയതാണ്. ചായ കൂടി കഴിഞ്ഞ് ഉമ സുജാതയോടൊപ്പം ഭദ്രമ്മയുടെ മുറിയിലേക്ക് ചെന്നു. ഭദ്രമ്മയുടെ മുഖത്ത് നില ഉദിച്ചതുപോലുള്ള പ്രസന്നത. ഇന്ന് രാവിലെ മധു എന്നെ മുറിയിലൊക്കെ ഒന്ന് നടത്തികൂട്ടി. അവരുടെ സ്വരത്തിൽ മകനോടുള്ള വാത്സല്യം കിനിഞ്ഞിരുന്നു. അമ്മയെ ഇനി പുറത്തൊക്കെ കൊണ്ടുപോകണമെന്നാ മധു പറഞ്ഞിരിക്കുന്നത്. സുജാത പറഞ്ഞു. ഇത്രയൊക്കെ നടന്നപ്പോൾ തന്നെ കാല് വേദനിക്കുന്നു. ഭദ്രമ്മയിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു. കുറേ കാലമായി നടക്കാതിരുന്നിട്ട് നടന്നതുകൊണ്ടാണ് കാലുവേദന, മാറിക്കോളും. ഉമ്മ അവരെ സമാധാനിപ്പിച്ചു. ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞത്, സുജാത പറഞ്ഞു. കുറച്ചു നേരം കൂടി അവരോട് സംസാരിച്ചിരുന്നു. പുറത്തേക്ക് പോയി ഇരുന്നവർ മടങ്ങിയെത്തിയിട്ടില്ലായിരുന്നു. ഉമ്മ പോകാനായി എഴുന്നേറ്റു. വന്ദനയെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നാക്കാൻ മധുവിനോട് പറയാം, സുജാത പറഞ്ഞു. വേഗം വരാൻ പറയണം അവളോട്, ഹോംവർക്ക് ധാരാളമുണ്ടിപ്പോൾ. നാളെ സ്കൂളില്ലല്ലോ, പിന്നെന്താ. ഇന്നവൾ വൈകിയേ വരുന്നുള്ളൂ എന്ന് ഉമ്മയോട് പറഞ്ഞേക്കാൻ നേരത്തെ ചട്ടം കെട്ടിയിരിക്കുക, സുജാത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മധുവങ്ങളുടെ കൂടെ ശനിയും ഞായറും എവിടെയൊക്കെയോ ട്രിപ്പ് അടിക്കാൻ പോണെന്ന് പറഞ്ഞിരിക്കുക രണ്ടുപേരും. പരീക്ഷ അടുത്ത് വരുന്നു. ശനിയും ഞായറും ഇങ്ങനെ സമയം വെറുതെ പാഴാക്കിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് മോശമായതു തന്നെ. വന്ദനയോട് നേരിൽ പറഞ്ഞ് അവളെ ഈ വിനോദങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണമെന്ന് ഉമയോർത്തു. അടുത്ത ഭാഗം നാളെ.